നമുക്കിനി അമേരിക്കയിലേക്ക് പോകാം. ഹാഷ്മി അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് തിരിച്ച് ഒന്നും കൂടെ അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മധു കൊട്ടാരക്കര അവിടെ റെഡി ആയിട്ടുണ്ട് ന്യൂജേഴ്സിയിൽ. മധു, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇവിടെ ഇസ്രയേലുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ചേട്ടാ, ഇവിടെ കമന്റ് ബോക്സിൽ മധു കൊട്ടാരക്കര കുറച്ച് മുമ്പ് വാക്ക് പാലിച്ചിരിക്കുന്നു, ഹാഷ്മി വിട്ടു വന്നിരിക്കുന്നുണ്ട്. അപ്പൊ താഴെ റംസി വെക്കുന്നുണ്ട്, ഇത് ഒറിജിനൽ മധു സാറാണോ ചോദിക്കുന്നുണ്ട്. ഒറിജിനൽ മധു എന്ന് പറഞ്ഞു ഞാൻ. ഒറിജിനൽ മധു അല്ല ഒറിജിനൽ തന്നെയാണ്. സാധാരണ നിലയ്ക്ക് അമേരിക്കയില് ഞങ്ങളുടെ കയ്യിൽ ഒരാളെ കിട്ടിയാൽ അത്ര പെട്ടെന്ന് റിലീസ് ചെയ്തില്ല. പക്ഷെ മിനി ബാബു, ചന്ദ്രൻ ചെറിയല്, സീന മുഹമ്മദ് ഇവർക്കൊക്കെ നമ്മൾ നേരത്തെ വാക്ക് കൊടുത്തതാണ് തിരിച്ചു വിടുവെന്ന്. അപ്പം ഞങ്ങൾ ഇന്ത്യക്കാർക്ക് അറിയാം റിലീസായി പോരാൻ. മിസ്റ്റർ മധു കൊട്ടാരക്കര, കൃഷ്ണയ്ക്ക് അതിനുള്ള മറുപടി ഞാൻ പിന്നീട് ഫോൺ ചെയ്തും പറയാം. ഈ വാർത്തയിലേക്ക് വന്നാല്, അമേരിക്ക മുൻകൈ എടുത്ത് നടപ്പിലാക്കിയ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഉന്മൂലനം ചെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുകയാണ്. എന്നാൽ ഈ ഭീഷണിയുടെ അർത്ഥം അമേരിക്കയുടെ സൈന്യം അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങുമെന്നല്ല. അമേരിക്കയ്ക്ക് നേരിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം എന്നില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഡൊണാൾഡ് ട്രംപ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ കരാർ ഉറപ്പുവരുത്തുവാൻ നിരവധി രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് ഹമാസ് ഇപ്പോൾ ഈ ആക്രമണം തുടരുന്നത് കണ്ട് പല രാജ്യങ്ങളുടെ തലവന്മാരും അവർ നേരിട്ട് തന്നെ ഹമാസുമായിട്ട് നേരിട്ട് ഇടപെട്ട് തീർക്കാമെന്ന് തന്നെ വിളിച്ചു പറഞ്ഞതായിട്ടും ട്രംപ് ഇന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഇസ്രയേലിനോട് ഒരുപക്ഷെ ആവശ്യപ്പെട്ടേക്കുമെന്ന് ട്രംപ് പറഞ്ഞു. താൻ പറഞ്ഞാൽ വെറും 2 മിനിറ്റിനകം ഇസ്രയേൽ കളത്തിലിറങ്ങും. എന്നാൽ ഇതുവരെയും അങ്ങനെ താൻ പറഞ്ഞിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രയേലിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 പോയിന്റ് പീസ് പാക്കേജിന്റെ സെക്കൻഡ് സ്റ്റേജ് ചർച്ചകൾക്കായിട്ടാണ് വാൻസ് ഇസ്രയേലിൽ എത്തുന്നത്. 2ാം ഘട്ടത്തിൽ ഗസയുടെ ദീർഘകാല ഭരണവും അതുപോലെ ഹമാസിന്റെ നിരായുധീകരണവും ഒക്കെ ഉൾപ്പെടുന്നു. പക്ഷേ ഹമാസിന്റെ നിരായുധീകരണം അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. അതേസമയം ഇസ്രയേൽ സൈനികർക്കെതിരായ ഒരു ആക്രമണം ഉണ്ടായി. അതിന് മറുപടിയായി തെക്കൻ ഗസയിലെ റഫ പ്രദേശത്ത് നടന്ന ആക്രമണത്തിന് ശേഷം ഗസയിലെ ഡസൻ കണക്കിന് ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കഴിഞ്ഞതായിട്ട് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിക്കുന്നുണ്ട്. ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങളുടെ ഒഴുക്കൊക്കെ ഇസ്രയേൽ ഇതുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി നിർത്തിവെക്കുകയും ഉണ്ടായിരുന്നു. ഹാഷ്മി, ക്രിസ്റ്റിന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.